ഉയർ സിനിമയുടെ ട്രെയിലർ കണ്ടു. ഡയറക്റ്റഡ് ബൈ എം പത്മകുമാർ. പുള്ളിക്കാരൻ ഒരു സീറ്റടിച്ച് പരിപാടി തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. ട്രെയിലർ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. ട്രെയിലർ തുടങ്ങുന്ന സമയത്ത് തന്നെ കോഴിക്കോട് സ്വന്തം സ്ഥലമായ കൊടുവള്ളിയുടെ പേര് മെൻഷൻ ചെയ്തുകൊണ്ടാണ് ട്രെയിലർ തുടങ്ങുന്നത്. വാവ്, അതൊരു ഗൂസ്ബം മൊമെൻ്റ് ആയിരുന്നു. നമ്മുടെ നാട്ടിലെ നമ്മുടെ സ്വന്തം സ്ഥലമാണ്. പിന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്നത് മെയിനായിട്ട് റോഷൻ മാത്യു ആണ്. പുള്ളിക്കാരൻ എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു നായകനാണ്. എൻ്റെ ഫേവറേറ്റ് സിനിമ കപ്പേള. അതിൽ പുള്ളിക്കാരൻ വില്ലനായിട്ടാണ്, പക്ഷേ അതിൽ പുള്ളിക്കാരൻ ഗംഭീര അഭിനയമായിരുന്നു. ഇതിലേക്ക് വരുന്ന സമയത്ത് കോപ്പിൻ്റെ റോളിലാണ് വരുന്നത്. ഒരു ത്രില്ലർ മിസ്റ്ററി ടൈപ്പ് സിനിമ തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ ജോസഫ് കണ്ടവർക്ക് അറിയാം ഇതിൻ്റെ ഒരു റേഞ്ച് ഓഫ് റൈറ്റിങ്. പുള്ളിക്കാരൻ്റെ സിനിമ ടെക്നിക്കലിയും ബ്രില്യൻ്റ് ആണ്. അതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് മാമാങ്കൊക്കെ. അപ്പം ഇതിലേക്ക് വരുന്ന സമയത്ത് ട്രെയിലർ കണ്ടപ്പം മനസ്സിലാക്കാൻ സാധിച്ചത് ടെക്നിക്കലി നല്ല ഹൈ ക്വാളിറ്റി തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റ് അഭിനേതാക്കൾ ബൈജു ഉണ്ട്, വിനീത് തട്ടിലുണ്ട്, പിന്നെ നമ്മുടെ ശ്രുതി മേനോൻ പുള്ളിക്കാരിയുണ്ട്. ഒരു എന്താ പറയുക, കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു ക്രൈം ആണ് ട്രെയിലറിൽ പ്രതിപാദിക്കുന്നത്. ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ സിനിമ കണ്ടിട്ട് പറയാം. അപ്പം അത്യാവശ്യം പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ട്രെയിലറാണ്. ടീസർ പോലെ തന്നെ ട്രെയിലറും പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ട്രെയിലറാണ്. സംവിധായകൻ എം പത്മകുമാർ നിരാശപ്പെടുത്തില്ല എന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് വെനസ്ഡേ തേഴ്സ്ഡേ ആണെന്ന് തോന്നുന്നു റിലീസിങ്. സോ വെയിറ്റിംഗ് ഉയർ.